ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ആക്ച്വലി ഇതിനു മുമ്പ് അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ചാണ്. അപ്പോൾ പിന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ചാൽ DJയുടെ ഓസ്മോ പോക്കറ്റ് 3 ബ്ലോഗിങ് ക്യാമറ. സോ നമ്മൾ ഇനി അതും കാണാം. കുറേ നാൾ ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ട് തന്നെ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണ് ഉപയോഗം നോക്കാം. വാ. നമ്മളിത് മേടിച്ചത് ലണ്ടനിലെ DJയുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നാണ്. ദിസ് ഈസ് അവർ DJI Osmo Pocket 3 ക്രിയേറ്റർ കോംബോ. പ്ലസ് നമുക്ക് അഡീഷണൽ എന്തോ ഫ്രീ കിട്ടിയിട്ടുണ്ട്. SD കാർഡ് സ്റ്റോറേജ്. ഇതും DJയുടെ ആയിരിക്കും. നമുക്ക് SD കാർഡ് സ്റ്റോറേജ് ആണ്. ഒരു മെറ്റൽ കേസ് കൊള്ളാം. ദെൻ നമുക്കൊരു ഹെലിപാഡ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഡ്രോൺ മേടിക്കൂ എന്ന് പറഞ്ഞ് അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ DJയുടെ ഒരു ഹെലിപാഡ്. ഇതാണ് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. ഓക്കെ, SD കാർഡ് സ്റ്റോറേജ്, പിന്നെ ഒരു ഹെലിപാഡ്. നമുക്ക് സൈഡാക്കിയിട്ട് നമ്മുടെ മെയിൻ സാധനം ഫോക്കസ് ചെയ്യാം. ദിസ് ഈസ് DJI Osmo Pocket 3. ആൻഡ് കുറേ നാളായിട്ട് ഞങ്ങൾ മേടിക്കണമെന്ന് വെച്ചാണ്. ആക്ച്വലി ഞങ്ങൾ ക്യാമറ മാത്രം വാങ്ങിയാലോ എന്ന് ഓർത്തു. പിന്നീട് നമുക്ക് ക്രിയേറ്റർ കോംബോ ആണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ യൂട്യൂബൊക്കെ ചെക്ക് ചെയ്തപ്പോഴും ഈവൻ എല്ലാവരും ക്രിയേറ്റർ കോംബോ ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇൻക്ലൂഡിങ് നമുക്ക് DJയുടെ മൈക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട് Osmo Pocket 3 പ്ലസ് പ്രൊട്ടക്റ്റീവ് കവർ, മൈക്ക്, പിന്നെ എക്സ്റ്റെൻഡഡ് ബാറ്ററി, വൈഡ് ആംഗിൾ ലെൻസ്, അങ്ങനെ കുറേ സാധനമുണ്ട്. ഇതിലൊരു ഒരു കേസും ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിലാണെന്ന് തോന്നുന്നു എല്ലാ ഐറ്റംസും. നല്ല വെയിറ്റ് ഉണ്ട്. പ്ലസ് നമുക്കിതിവിടെ ഇരിക്കട്ടെ. ബട്ടൽസ് വി ഹാവ്. ഓക്കെ, ആൻഡ് ദെൻ കുറേ പേപ്പേഴ്സ് ആൻഡ് നമ്മുടെ ആപ്പിൾ തരുന്ന പോലെ കുറേ സ്റ്റിക്കേഴ്സ്, DJയുടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമുക്ക് ഇതിലെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് പ്രൊട്ടക്റ്റീവ് കേസ്. നല്ലൊരു ഹാർഡ് കേസാണ് ആക്ച്വലി. ലെറ്റ്സ് അൺബോക്സ് ദ മെയിൻ ഐറ്റം. വാവ്, നല്ലൊരു കിടിലം പാക്കിംഗ് ആണ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ DJI Osmo Pocket 3. ആക്ച്വലി ഞാനിത് ഇത്ര ചെറുതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ക്യാമറ. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. DJയുടെ മൈക്ക് 2. ഇത് ബാറ്ററി എക്സ്റ്റൻഡ് ആണ്. സോ നമുക്ക് ബാറ്ററി ലൈഫ്, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ചാർജ് പെട്ടെന്ന് പോകും. ഇതുപോലെ എക്സ്റ്റൻഡർ ഉള്ള നല്ലതാണ്. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ക്രിയേറ്റർ കോംബോ ചൂസ് ചെയ്തത്. വാട്ട് നെക്സ്റ്റ്? ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ട്രൈപോഡ്. കൊള്ളാമല്ലേ, ക്യൂട്ടായിട്ടുണ്ട്, കുഞ്ഞു സാധനം. ഇത് നമുക്ക് ഈവൻ നമ്മൾ ക്യാമറ മാത്രം വാങ്ങിയാലും കിട്ടുന്ന ഒരു എക്സ്റ്റെൻഡഡ് ഹാൻഡിലാണ്. നമുക്ക് ട്രൈപോഡൊക്കെ കണക്ട് ചെയ്യാൻ. Type-C കേബിൾ ഉണ്ട്, ചാർജിങ്. ഇതെന്താ? ഓക്കെ, ഇതാണ് വൈഡ് ആംഗിൾ ലെൻസ്. നമുക്ക് മൈക്കിൻ്റെ ഒരു വിൻസ്ക്രീൻ ആൻഡ് പ്ലസ് ഒരു ടാഗ് ഉണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്. ഭയങ്കര സോഫ്റ്റായിട്ട് ക്യൂട്ടായിട്ടിരിക്കുന്നു. നമുക്ക് വേറെന്താ ഉള്ളത്? ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്. ഇതെന്താ? ഓക്കെ, ഇത് നമുക്ക്, എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ മാഗ്നറ്റ്. അതെ, നമ്മുടെ മൈക്കിൻ്റെ മാഗ്നറ്റാണ് നമുക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട്. കേസ് എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. നല്ല ഹാർഡ് കേസാണ്. ഇനി എന്തായാലും നന്ദി. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇനി ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇതിലിരിക്കുമല്ലോ. ഇത് നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറ നോക്കാം. സൈഡിൽ പോക്കറ്റ് 3യുടെ ബ്രാൻഡിങ് ഉണ്ട്, പിന്നെ DJയുടെ ബ്രാൻഡിങ് ഉണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ക്യാമറ മാത്രം വാങ്ങുവാണെങ്കിൽ കിട്ടുന്ന ഒരു ഹാൻഡിലാണ്. ചെയ്യാനായിട്ട് നമുക്കിവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. സോ നമുക്ക് കുറച്ചുകൂടി ഹാൻഡിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ എക്സ്റ്റെൻഡഡ് ബാറ്ററിയും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്. ഓക്കെ, അത് ലൈക്ക് എ പവർ ബാങ്ക് പോലെ തന്നെ അത് കണക്ട് ചെയ്തപ്പോഴേ അവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡ്. ഓക്കെ, ട്രൈപോഡ് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. Before that,
ലെറ്റ്സ് റിമൂവ് ദ സ്ക്രീൻ ഗാർഡ്. ഇനി ഇത് ടേൺ ഓൺ ചെയ്യണത് ഇത് നമുക്ക് ഇവിടെ ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ സ്ക്രീൻ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഡി ജെയുടെ ഒരു ആപ്പുണ്ട്, ഡി ജെ മെമോ എന്ന് പറഞ്ഞിട്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡി ജെയുടെ ഒരു ഗിംബൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി ആ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം. ഗൈസ് സൂപ്പറാണ് ആക്ച്വലി. ഇത് ലോ ലൈറ്റിൽ, കാരണം എല്ലാവരും റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ലോ ലൈറ്റിലാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ഷൂട്ട് ചെയ്യണത് എൻ്റെ 15 Pro Maxലാണ്. അത് സൂപ്പർ ക്യാമറയാണ്, നല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ലോ ലൈറ്റിൽ എനിക്ക് ഇത്രയും ഒരു ഡിഫറൻസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. നമ്മളെന്തായാലും ഇതിൻ്റെ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഒരു കമ്പാരിസണും ഒക്കെ നമുക്ക് ചെയ്യാം. ക്യാമറ ചെക്ക് ചെയ്തു. നമുക്കിനി ഇതിൻ്റെ മൈക്ക് നോക്കാം. ആക്ച്വലി ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് DJI Mic 2 ആണ്. ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ ഇതിൻ്റെ കുറേ റിവ്യൂസൊക്കെ നോക്കിയായിരുന്നു. നല്ല റിവ്യൂ ആണ് ആക്ച്വലി, നല്ലൊരു മൈക്കാണ്, നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ് DJIയുടെ. ദെൻ നമുക്കിതിൻ്റെ കൂടെ ഒരു വിൻസ്ക്രീൻ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓക്കെ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഒരു ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് റിവ്യൂ പറയാം. നമ്മുടെ കേസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എങ്ങനെയാണ് വെക്കണേ? ഓ ഓക്കെ, സോ ദാറ്റ്സ് കൂൾ. ആക്ച്വലി നമ്മുടെ ക്യാമറ ഓക്കെ, നമ്മളിപ്പം ഇൻ കേസ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് DJIയുടെ കൂടെ ഒരു ബാഗ് ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതില്ലാത്ത പക്ഷം നമുക്ക് ഇതെനിക്ക് തോന്നുന്നു ഇത് നോർമൽ ക്യാമറ മാത്രം വാങ്ങുമ്പോൾ നമുക്ക് ഇത് ഇൻക്ലൂഡഡ് ആണ്. അടിപൊളിയാണ്, നല്ലൊരു കേസാണ്. സോ നമുക്ക് ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇങ്ങനെ നമുക്ക് കേസിൽ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് പോക്കറ്റിൽ വെക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റ് അല്ലേ? ഓക്കെ, മാഗ്നറ്റാണ്. നമ്മളങ്ങനെ എല്ലാം അൺബോക്സ് ചെയ്തു. പിന്നെ മെയിൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിതിൻ്റെ സ്റ്റോറേജിൻ്റെ കാര്യം. എക്സ്റ്റേണൽ മെമ്മറി കാർഡ്, SD കാർഡ് നമ്മൾ യൂസ് ചെയ്യണം. സോ ഞാൻ ഓൾറെഡി ഒരു SD കാർഡ് വാങ്ങിയിട്ടുണ്ട് 256 GB. ഇതിലെനിക്ക് തോന്നുന്നു ടോട്ടൽ 512 GB സപ്പോർട്ട് ചെയ്യുന്നു. സോ ഗായ്സ്, നമ്മളങ്ങനെ ഫുള്ള് നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്തു. ബാക്കി കാര്യങ്ങളും ഫങ്ഷൻസും എല്ലാം ചെക്ക് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇനി ഇതിൽ വീഡിയോ എടുത്തിട്ട് നമ്മളിതിൻ്റെ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. പ്ലസ് നമ്മുടെ DJI Mic 2ൻ്റെ റിവ്യൂ ഉണ്ടായിരിക്കും. വെയിറ്റ്, നമ്മളിതിൻ്റെ പ്രൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി DJI Osmo Pocket 3 ജസ്റ്റ് ക്യാമറ മാത്രം വരുമ്പം എനിക്ക് തോന്നുന്നു 475 pounds ആണ്. നാട്ടിലെ അറൗണ്ട് ഒരു 50,000 rupees ആണെന്ന് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ക്രിയേറ്റർ കോംബോ വരുമ്പം 690 poundsനാണ് നമ്മൾ വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 70,000 തന്നെയാണ്. സോ റേറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതിൽ വീഡിയോ എടുത്തിട്ട് വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യാം, മൈക്കിൻ്റെ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, കാരണം നമ്മൾ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലെറ്റ്സ് സീ.